എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എൻ്റെ ഇത്രയും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, വാത്സല്യനിധികളായ കുട്ടികൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഊഷ്മളമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അനുവാദത്തോടുകൂടി കേക്ക് മുറിക്കുന്നു. ഇതെൻ്റെ ഫാമിലിയാണ്, പക്ഷേ ഇതും എൻ്റെ ഫാമിലി തന്നെയാണ്. എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റ് ഈ വിദ്യാലയത്തിൽ വെച്ച് നടത്തുന്നതിലാണ് ഏറ്റവും അധികം സന്തോഷം. എൻ്റെ സെക്കൻഡ് ഹൗസ് ഇതാണോ അതോ എൻ്റെ വീടാണോ എനിക്കറിയില്ല. ഇത് തന്നെയാണ് ഞാനിപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഫസ്റ്റ് ഹൗസായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവിടെ വെച്ച് തന്നെ ഈ കേക്ക് മുറിക്കാനായിട്ടുള്ള അവസരം, വളരെയധികം കേക്കുകൾ 2-3 ദിവസങ്ങളിലായിട്ട് കുറേ കേക്കുകൾ ഇപ്പോൾ മുറിക്കാൻ പറ്റി. ഇവിടെയൊക്കെ നിങ്ങളുടെ സ്നേഹവും അതുപോലെ ഒരു ഗുരുഭക്തിയും ഒക്കെയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ നന്മകളും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു. അതുപോലെ കേക്ക് തിരിച്ചു കൊണ്ടുവന്നു, എല്ലാവർക്കും വേണ്ടി കൊണ്ടുവന്നു. വളരെ സന്തോഷം. താങ്ക് യു.
ഉണ്ണിക്കണ്ണനോടു നീ എന്തു വൈഭവം മെല്ലയോടി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ഉണ്ണിക്കണ്ണനോടു നീ എന്തു വൈഭവം മെല്ലയോടി വന്നു അപ്പോൾ ഏതായാലും ഇത് നമ്മൾ സ്കൂൾ വെൽഫെയർ ഫണ്ടിലേക്ക് കൊടുക്കുന്നതായിരിക്കും, പൈസയായിട്ട് കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. എന്ന് കരുതിയിട്ട് ആരും കൂടുതൽ ഗിഫ്റ്റൊന്നും തരരുത്. നിങ്ങൾ തന്നിരിക്കുന്ന സ്നേഹമാണ് ഏറ്റവും വലുത്, അത് മതി. പക്ഷെ എന്നാലും ഇവിടെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഏതൊരു വേദിയിലും പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്ത് ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ ടീച്ചിങ് ആണെന്ന് പറയാറുണ്ട്. അതിന്ന് സ്ഥാപിച്ചിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ സുധീഷ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് വളരെ അടുത്ത കാലത്താണ്. 2016 ഞാൻ റിട്ടയർ ആയതിനു ശേഷം, കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് സുധീഷ് സാറിനെ പരിചയപ്പെടുന്നത്. പക്ഷേ സുധീഷ് സാർ ഇപ്പോൾ ഈ ചെറിയൊരു കാലയളവ് കൊണ്ട് എനിക്കെന്തോ എത്രയോ ഒരുപാട് വർഷത്തെ സ്നേഹവും മറ്റേ ആ സൗഹൃദമുള്ളൊരു ആളായി മാറിക്കഴിഞ്ഞു. അതുപോലെയാണ് സാറിൻ്റെ 2 മക്കളും. സാറിൻ്റെ വേറെ നല്ല ക്വാളിറ്റീസ് എന്ന് വെച്ചാൽ അധ്യാപകന് വേണ്ട അറിവ് മാത്രമല്ല, സാറിനൊരു എന്താ പറയണേ, ഒരു യു റിക്വയർ എ ടെറിഫിക് സൗണ്ട്. അതായത് നിങ്ങളുടെ ശബ്ദ സൗകുമാര്യം എന്നൊക്കെ മലയാളത്തിൽ പറയും. അത് ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സുധീഷ് സർ. പുള്ളി ചാനൽ ന്യൂസ് റീഡറായിട്ടും ഏതൊരു പ്രോഗ്രാം ഇവിടെ ഞങ്ങളുടെ സമുദായത്തിൽ വരുമ്പോൾ ആങ്കറായിട്ട് നോക്കുന്ന ആദ്യത്തെ വ്യക്തി സുധീഷ് സാറാണ്. അത്ര മനോഹരമായിട്ട് പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ അനർഘളമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാനും കഴിവുള്ളൊരു വ്യക്തിയാണ് സുധീഷ് സാർ. ഞാൻ സുധീഷ് സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ആരോഗ്യവും പിന്നെ വളരെ സംതൃപ്തമായൊരു ജീവിതം ആശംസിക്കുന്നു. ഇവിടെ ഏതൊരു കുട്ടി പറഞ്ഞു, സാറിൻ്റെ റിട്ടയർ ആവുന്നില്ല, ഇനിയും ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാനും അങ്ങനെ തന്നെ ആശംസിക്കുന്നു. കാര്യം അധ്യാപകർക്കുള്ളൊരു പ്രത്യേക ഗുണം അതാണ്. ദേ നെവർ റിട്ടയർസ് ടിൽ ദെയർ ലാസ്റ്റ് ഡേ ദേ ക്യാൻ ടീച്ച്. വിത്ത് ദിസ് ഞാനും ചെറിയ തോതിൽ എൻ്റെ സാറിനെ ഒന്ന് ആദരിക്കുകയാണ്. ഒരു മിനിറ്റ്. എൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ഏതായാലും ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ ഈ നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ്, പിന്നെ എൻ്റെ സഹാധ്യാപകരും, പിന്നെ എൻ്റെ വീട്ടുകാരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കുമായിട്ടാണ് ഈ ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വിദ്യാലയമാണ് എന്നെ എന്തെങ്കിലും ആക്കിയത്. ഈ വിദ്യാലയത്തിനോട് കടപ്പെട്ടിരിക്കുന്നു, വെങ്കടാചലപതിയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ മക്കൾ ഓക്കെ വരും.
പെൺകൊയിലാളത്തു വന്നാട്ടെ, നിന്റെ പെൺകൊയിലാളത്തു വന്നാട്ടെ. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാണാറുമാസം കഴിഞ്ഞില്ലേ. ഇത്രയും ഭംഗിയായി തീർത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. 10-30 വർഷത്തെ സേവനത്തിന് ശേഷം ഒരു വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുമ്പോൾ അവിടെ തന്നെ ആ അധ്യാപകനോടൊപ്പം ചിലവഴിക്കാനായിട്ട് കുട്ടികളെത്തുകയും അതോടൊപ്പം കുടുംബാംഗങ്ങളും സഹാധ്യാപകരും എല്ലാവരും എത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ നിർവൃതി എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പേരെടുത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടിയുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.